ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യൻ റെയിൽവേയുമായി വയനാടിനെ ബന്ധിപ്പിക്കണമെന്ന് ബിഷപ്പ് റോയ്സ് മനോജ് വിക്ടർ. വയനാട്ടിലേക്കുള്ള യാത്രാക്ലേശം പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി യോഗം ആവശ്യപ്പെട്ടു. കോഴിക്കോട് ജില്ലയെ വയനാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ, താമരശ്ശേരി ചുരം എന്ന് വിളിക്കുന്ന ഹൈവേ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ റോഡുകൾക്ക് പകരമായിട്ട് വയനാട് പ്രദേശത്തെ മറ്റ് ദേശങ്ങളുമായിട്ട് കണക്ടിവിറ്റി, അത് റെയിലായാലും റോഡുകളായാലും വായു മുഖേനയായാലും കണ്ടെത്തേണ്ടുന്ന ചുമതല അധികാരികൾക്കുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. വയനാടിന്റെ യാത്രാക്ലേശം പരിഹരിക്കാനുള്ള വിവിധ നിർദ്ദേശങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. സർക്കാർ ചില പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പാത ഉൾപ്പെടെയുള്ളവ യാഥാർത്ഥ്യമാകാൻ കാലതാമസമെടുക്കും. അതിനാൽ റെയിൽ റോഡ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്താൻ പ്രായോഗിക പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പദ്ധതി നടപ്പിലാകുന്നതുവരെ വിദഗ്ധ ചികിത്സ ആവശ്യം വരുന്ന രോഗികളെയും അവശ്യ മരുന്നുകളും എത്തിക്കുന്നതിന് ആംബുലൻസ്, എയർ ആംബുലൻസ് സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തണം. മിസോറാമിൽ ചുരുങ്ങിയ കാലയളവിൽ തീവണ്ടി സർവീസ് മാതൃകയിൽ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത യാഥാർത്ഥ്യമാക്കണമെന്നും യോഗത്തിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ട് ഷവലിയർ സി ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. CSI ഡയോസിസ് ക്ലർജി സെക്രട്ടറി റവറൻ ഫാദർ ജേക്കബ് ഡാനിയൽ, ഖജാൻജി റവറൻ ഫാദർ CK ഷൈൻ, ബിഷപ്പ് സെക്രട്ടറി റവറൻ ഫാദർ രാജു ചീരൻ എന്നിവരും സംസാരിച്ചു. കൗൺസിൽ കൺവീനർ AC ഗീവർ, ഖജാൻജി CC മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലഹരിക്കെതിരെ കലയുടെ പ്രതിരോധമൊരുക്കി ജില്ലാ ഭരണകൂടം